നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ലോകത്തിലെ ഏറ്റവും വിജയികളായ മനുഷ്യർ, ഋഷിവര്യന്മാർ, കോടീശ്വരന്മാർ, ഇവരൊക്കെ എന്തുകൊണ്ടാണ് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഉണരുന്നത്? അവർക്ക് ഉറക്കമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ആ സമയത്ത് പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ രഹസ്യം അവർക്കറിയാം. അതാണ് ബ്രഹ്മമുഹൂർത്തം. ഇത് വെറുമൊരു സമയമല്ല, പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കുന്ന സമയമാണ്. നിങ്ങളുടെ തലച്ചോറ് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിക്കുന്ന സമയം. 30 ദിവസം, വെറും 30 ദിവസം നിങ്ങൾ ഈ സമയത്ത് ഉണർന്നാൽ നിങ്ങളുടെ ജീവിതം, ആരോഗ്യം, ബുദ്ധിശക്തി, എന്തിനേറെ പറയുന്നു, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് പോലും മാറും എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നേടുന്നത് ആ ഒരു വലിയ രഹസ്യമാണ്. എന്താണ് ബ്രഹ്മമുഹൂർത്തം? ഇതിൻ്റെ പിന്നിലെ സയൻസ് എന്താണ്? ഭഗവത്ഗീതയും പുരാണങ്ങളും ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? എങ്ങനെ കൃത്യമായി ഈ സമയം ഉപയോഗിക്കാം? ഇവയെല്ലാം നമുക്ക് മനസ്സിലാക്കാം. ശ്രദ്ധിക്കുക, വീഡിയോയുടെ അവസാനം തുടക്കക്കാർക്ക് ഈ ശീലം തുടങ്ങാൻ സഹായിക്കുന്ന ഒരു 3 സക്സസ് ഫോർമുല സ്റ്റെപ്സ് ഞാൻ നൽകുന്നുണ്ട്. അതൊരിക്കലും മിസ് ചെയ്യരുതേ. വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ വളരെ പോസിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഫ്രീ ക്ലാസ് ഉണ്ട്. വാട്ടർ ടെക്നിക്, വിഷ്വലൈസേഷൻ, മെഡിറ്റേഷൻ, അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് അഫോർമേഷൻസ്, മണി അഫോർമേഷൻസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. തികച്ചും സൗജന്യമാണ്. നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ട്രൈബ് മാറ്റാനായിട്ട് ഒരുപാട് സഹായിക്കുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വൈബ് മാറും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആവുകയും ചെയ്യും. ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ടാവും വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക്. ജോയിൻ ചെയ്തോളൂ. അതുപോലെ നിങ്ങൾ നൽകുന്ന സപ്പോർട്ട്, അൺകണ്ടീഷൻ നൽകുന്ന സപ്പോർട്ട്, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനിയും ധാരാളമായി നിങ്ങൾ സപ്പോർട്ട് നൽകുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടണും കൂടെ അമർത്തുക. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും. നമുക്ക് രഹസ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ്, എന്താണ് ബ്രഹ്മമുഹൂർത്തം? അത് മനസ്സിലാക്കാം. ലളിതമായി പറഞ്ഞാൽ, സൂര്യോദയത്തിന് ഏകദേശം 1.5 മണിക്കൂർ മുൻപുള്ള സമയമാണ് ഈ ഒരു ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ സൂര്യോദയത്തിന് ഒരു 1 മണിക്കൂർ 36 മിനിറ്റ് മുമ്പ് ആരംഭിച്ച് 48 മിനിറ്റ് മുമ്പ് അവസാനിക്കുന്ന സമയം. അതായത് ഏകദേശം രാവിലെ ഒരു 3:40 മുതൽ 4:28, 4:30 വരെ ആയിരിക്കും ഈ ഒരു സമയക്രമം പറയുന്നത്. നിങ്ങളുടെ സ്ഥലത്തെ സൂര്യോദയം അനുസരിച്ചായിരിക്കും അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ. ബ്രഹ്മം എന്ന് പറയുന്നത് അറിവ് അല്ലെങ്കിൽ സൃഷ്ടി എന്നും പറയുന്നുണ്ട്. മുഹൂർത്തം എന്നാൽ സമയം എന്നുമാണ് അർത്ഥം മനസ്സിലാക്കേണ്ടത്. അതായത് സൃഷ്ടാവിൻ്റെ സമയം, നിങ്ങളെ തന്നെ സൃഷ്ടിച്ചെടുക്കാനായിട്ടുള്ള ആ സമയമാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. പുരാണങ്ങളും ഭഗവത്ഗീതയും എന്തു പറയുന്നു മനസ്സിലാക്കാം. നമ്മളുടെ വേദങ്ങളിൽ പറയുന്നുണ്ട്, ഈ സമയത്ത് ദേവന്മാർ ഭൂമിയിൽ സഞ്ചരിക്കുന്ന സമയമാണ് എന്ന് വിശ്വസിക്കുന്നത്. സത്വഗുണം, ആ ഒരു പ്യൂരിറ്റി ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമയം കൂടെയാണ് ഈ ഒരു ടൈം. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ ആ സ്വാത്വികമായ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഉറക്കത്തെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചും മനസ്സിൻ്റെ ആ ഒരു തെളിമയെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. ഋഷികൾ തങ്ങളുടെ തപസ്സിനും ധ്യാനത്തിനും തിരഞ്ഞെടുക്കുന്ന നല്ല സമയം കൂടെയാണ് ഈ ഒരു ബ്രഹ്മമുഹൂർത്ത ടൈം. ഭാഗം 2 ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. സയൻറ്റിഫിക് സീക്രട്സ് മനസ്സിലാക്കാം. ഈ ഒരു സ്പിരിച്വാലിറ്റിയെ മാറ്റിവെച്ച് സയൻസ് എന്തു പറയുന്നു നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ സമയം ഇത്രയും പവർഫുൾ ആണെന്ന് മനസ്സിലാക്കാം. 1, ഓക്സിജൻ്റെ ലെവൽ. ഈ സമയത്ത് അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് ഏകദേശം 41% വരെ കൂടുതലായിരിക്കും. മലിനീകരണം ഏറ്റവും കുറവുള്ള സമയം. ഈ ശുദ്ധവായു ശ്വസിക്കുമ്പോൾ അത് നേരിട്ട് നമ്മുടെ രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് കൂടാനായിട്ട് തലച്ചോറിന് ഉണർവ് നൽകുന്നുണ്ട്. 2, പീനിയൽ ഗ്ലാൻഡ്. നമ്മുടെ ഉറക്കത്തെ നിയന്ത്രിക്കുന്ന ആ ഒരു മെലാറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദനം ഈ സമയത്ത് പീക്ക് കഴിഞ്ഞ് കുറയ്ക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഒപ്പം സെറോട്ടോണിൻ, ആ ഒരു ഹാപ്പിനെസ് ഹോർമോൺ ഉണ്ടല്ലോ, അത് കൂടാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇത് മനസ്സിനെ വല്ലാത്തൊരു ശാന്തമായ അവസ്ഥയിലേക്ക് നയിക്കുന്നുണ്ട്. 3ാമത്തെ കാര്യം, കോസ്മിക് എനർജി. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് തിരിഞ്ഞു നിൽക്കുന്ന സമയം കൂടിയാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ബ്രെയിൻ വേവ്സ് ഈ സമയത്ത് ആൽഫ അല്ലെങ്കിൽ തീറ്റ സ്റ്റേജിലായിരിക്കും. അപ്പോൾ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ ആൽഫ സ്റ്റേറ്റ്? നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ
ബീറ്റ സ്റ്റേറ്റിലാണ്, തിരക്കും ചിന്തകളും നിറഞ്ഞൊരവസ്ഥ. എന്നാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ ഉണരുമ്പോൾ മനസ്സ് ധ്യാനത്തിന് തുല്യമായ ആൽഫ സ്റ്റേജിലാണ്. ഈ സമയത്ത് നിങ്ങൾ എന്ത് പഠിച്ചാലും എന്ത് ചിന്തിച്ചാലും അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആഴത്തിൽ പതിയും. അപ്പോൾ കുറച്ച് ആൾക്കാർ ഇപ്പം മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും, എന്തായിരിക്കും ഈ ഒരു ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റാനുള്ള ബെനിഫിറ്റ്സ്, ഗുണം? ഈ സമയത്ത് എഴുന്നേറ്റാൽ എനിക്ക് ലോട്ടറി അടിക്കുമോ, അതോ ഞാൻ പെട്ടെന്ന് ബുദ്ധിമാനാവുമോ? നമുക്ക് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യം നോക്കാം. ഒന്നാമത്തെ കാര്യം എന്താണ് ബെനിഫിറ്റ്? മെൻ്റൽ ഹെൽത്ത്, മാനസികാരോഗ്യം, ഡിപ്രഷൻ, ഉത്കണ്ഠ എന്നിവ കുറയും. മനസ്സ് ശാന്തമാവുന്നത് കൊണ്ട് തന്നെ തീരുമാനം എടുക്കാനായിട്ടുള്ള കഴിവ് കൂടും. രണ്ടാമത്തെ ബെനിഫിറ്റ് ഫിസിക്കൽ ഹെൽത്ത്, ശാരീരികമായിട്ടുള്ള ആരോഗ്യം. ദഹന പ്രക്രിയ മെച്ചപ്പെടുന്നു, ചർമ്മത്തിന് തിളക്കം വർദ്ധിക്കുന്നുണ്ട്, രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നുണ്ട്. മൂന്നാമത്തെ ബെനിഫിറ്റ് പ്രൊഡക്ടിവിറ്റി, കാര്യക്ഷമത. ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അധിക 2 മണിക്കൂർ ആരും ശല്യപ്പെടുത്താതെ ഇരിക്കുന്ന ആ സമയം അത് നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഈ സമയത്ത് 1 മണിക്കൂർ പകൽ സമയത്തെ 4 മണിക്കൂറും തുല്യമാണ്. നിങ്ങൾ പകൽ സമയത്ത് 4 മണിക്കൂർ ഇടുന്ന ആ ഒരു എഫേർട്ടായിരിക്കും ഇവിടെ ഇടുന്ന 1 മണിക്കൂർ എന്ന് പറയുന്നത്. നാലാമത്തെ പോയിന്റ് ദ ലോ ഓഫ് അട്രാക്ഷൻ. നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഈ സമയത്ത് വിഷ്വലൈസ് ചെയ്താൽ അത് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ 4 പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞു. ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് സിനിമാ നടൻ അക്ഷയ് കുമാറിന് അറിയാമല്ലോ. ഈ അക്ഷയ് കുമാർ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ്സിൻ്റെ രഹസ്യം പറയുന്നത് 4 മണിക്ക് അദ്ദേഹം ഉണരുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ടാറ്റ ഗ്രൂപ്പിൻ്റെ പല തലവന്മാരും അതിരാവിലെ എണീക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഭാഗം 4ലേക്ക് പോവാം. ഈ സമയത്ത് എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, കുറേ ആൾക്കാർക്ക് ഡൗട്ടുള്ളതാണ്. അതും കൂടെ ഒരു ക്ലാരിറ്റി വരുത്താം. പലരും 4 മണിക്ക് എഴുന്നേൽക്കും, എന്നിട്ട് ഫോൺ എടുത്ത് ഇൻസ്റ്റാഗ്രാം നോക്കും. അത് മഹാ അബദ്ധമാണ്. ആദ്യം മനസ്സിലാക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ ഗുണം കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി തരാം, പറഞ്ഞുതരാം. 1, ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ റുട്ടീനാണ് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ്, ഉണരുക. അലാറം അടിച്ച ഉടനെ ചാടി എഴുന്നേൽക്കാതെ കിടക്കയിൽ ഇരുന്ന് കൈകൂപ്പി പ്രകൃതിക്ക് നന്ദി പറയണം. ഫസ്റ്റ്. രണ്ടാമത്തെ കാര്യം, ശുചിയാക്കുക. മുഖം കഴുകുകയോ കുളിക്കുകയോ ചെയ്യുക. തണുത്ത വെള്ളമാണെങ്കിൽ അത് ഉത്തമം. മൂന്നാമത്തെ കാര്യം, ധ്യാനം, മെഡിറ്റേഷൻ. വെറും 10 മിനിറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് കണ്ണടച്ചിരുന്ന് ശ്വാസത്തിൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്യുക. 4, പഠനം അല്ലെങ്കിൽ പ്ലാനിങ്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കഠിനമായ വിഷയം പഠിക്കാനായിട്ട് പറ്റിയ സമയമാണ് ഈ ഒരു ബ്രഹ്മമുഹൂർത്ത ടൈം എന്ന് പറയുന്നത്. മുതിർന്നവർക്ക് അന്നത്തെ ദിവസത്തിൻ്റെ പ്ലാനൊക്കെ അവർക്ക് തയ്യാറാക്കാം, പ്രോപ്പറായിട്ട് വിഷ്വലൈസ് ചെയ്യാം. സൂപ്പറാണ് അത്. 5ാമത്തെ കാര്യം, വ്യായാമം അല്ലെങ്കിൽ യോഗ. ലഘുവായ ഏതെങ്കിലും തരത്തിൽ സ്ട്രെച്ചിങ് അത് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ജിമ്മിൽ പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് യോഗ ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ അല്ലാത്ത വ്യായാമം ചെയ്യാം, സൂര്യ നമസ്കാരം ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും ഈ ടൈമുകൾ. അപ്പോൾ ഈ ബ്രഹ്മമുഹൂർത്ത റുട്ടീൻ എന്ന് പറയുന്നത് നിങ്ങൾ ഉണരണം, ശുചിയാവണം, ധ്യാനം, മെഡിറ്റേഷൻ ചെയ്യണം, പ്ലാനിങ് ചെയ്യണം, പഠിക്കാം, വ്യായാമം ചെയ്യാം, അതുപോലെ യോഗ, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയും ചെയ്യരുത്, നെഗറ്റീവ് വാർത്തകൾ വായിക്കരുത്, ഭക്ഷണം ആ സമയത്ത് മാക്സിമം ഒഴിവാക്കുക, കഴിക്കരുത്, അമിതമായിട്ട് സംസാരിക്കാനും പോകരുത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എത്ര പേര് ഇതുവരെ കേട്ടു എന്ന് എനിക്കറിയില്ല. മനസ്സിലായി എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഭാഗം 5ലേക്ക് പോകാം. എങ്ങനെ നമുക്ക് ഈ ഒരു ദിവസം വെച്ച് വിജയിക്കാം, ഈ ഒരു സമയം വെച്ച് വിജയിക്കാം. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്, ചേട്ടാ എനിക്കാണെങ്കിൽ ഈ രാവിലെ അലാറം വെച്ച് എഴുന്നേൽക്കാനായിട്ട് പറ്റുന്നില്ല. അലാറം വെക്കുന്നുണ്ട്, ബട്ട് ഞാനത് കേൾക്കുന്നില്ല. ഇത് നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നമാണെങ്കിൽ ഞാനൊരു പരിഹാരം പറയാം കേട്ടോ. രാവിലെ 4 മണിക്ക് ഉണരണമെങ്കിൽ തലേ ദിവസം നിങ്ങൾ ഒരു 9:30-10 മണിക്കുള്ളിൽ ഉറങ്ങണം. ഇല്ലെങ്കിൽ അത്രമാത്രം ദൃഢനിശ്ചയമുള്ള ആളായിരിക്കണം കേട്ടോ. 11 മണിക്ക് ഉറങ്ങിയാലും 4 മണിക്ക് എണീക്കാൻ വരുന്ന അത്രയും ദൃഢനിശ്ചയ ഒരാളാണെങ്കിൽ ആ വ്യക്തി എണീക്കും. അപ്പോൾ 6-7 മണിക്കൂർ ഉറങ്ങണമെന്ന് ശരീരത്തിന് ആവശ്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ 5-6 അവേഴ്സൊക്കെ ഓക്കെ, നോ പ്രോബ്ലം. സോ അപ്പോൾ നേരത്തെ ഉറങ്ങാനായിട്ട് നമ്മൾ ആദ്യം പഠിക്കണം. നേരത്തെ ഉറങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ ഉണരാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബ്രഹ്മമുഹൂർത്ത ചലഞ്ച് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിൽ 21 ദിവസം തുടർച്ചയായിട്ട് ഇത് ചെയ്യണം. ആദ്യത്തെ 3-4 ദിവസം വളരെ ബുദ്ധിമുട്ടായിരിക്കും.
തലവേദന വന്നേക്കാം. അത് ശരീരം പുതിയ ശീലത്തോട് പൊരുത്തപ്പെടുന്നത് കൊണ്ടാണ് അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അപ്പോൾ വെള്ളം കുടിക്കുക, ഒരിക്കലും പിന്മാറരുത്. ഓക്കെ, മുന്നോട്ട് വെച്ച കാല് നമ്മൾ മുന്നോട്ട് തന്നെ വയ്ക്കും. എത്ര പേര് ബ്രഹ്മമുഹൂർത്ത ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? 21 ദിവസം തുടർച്ചയായിട്ട് ഒരു മുടക്കവും ഇല്ലാതെ. അക്സെപ്റ്റഡ് അല്ലേ? അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു കൊടുക്കുക. 21 ദിവസം മുടങ്ങാൻ ഞാൻ ചെയ്യും. കാര്യം ഇതെന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും വിജയത്തിന് വേണ്ടിയിട്ടാണ്. ഇന്ന് ലോകത്തിൽ വിജയിച്ച മിക്ക ആൾക്കാരല്ല, ഭൂരിഭാഗം ആൾക്കാരുടെയും എന്താ രഹസ്യം ചോദിച്ചാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുമെന്നാണ്. എപ്പോഴും മനസ്സിലാക്കുക, ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് ഒരു മാജിക്കലായിട്ടുള്ള ഒരു മെഡിസിൻ ഒന്നുമല്ല. ആക്ച്വലി ഒരു മരുന്ന് ഗുളിക ഒന്നുമല്ല. അതൊരു ജീവിത ശൈലിയാണ്. നിങ്ങൾ പ്രകൃതിയോടുള്ള ആ ഒരു ഒത്തുചേരലാണ്. ആക്ച്വലി നിങ്ങൾ ജീവിതത്തിലൊരു വലിയ വിജയങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ഓടും മുന്നേ നിങ്ങൾ ഓടിത്തുടങ്ങണം. അതിനുള്ള സമയമാണ് ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി മുതൽ നമുക്കത് ആരംഭിക്കാം. നാളെ രാവിലെ 4 മണിക്ക് ആരെങ്കിലും എഴുന്നേൽക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, സീരിയസ്ലി ഞാൻ പറയുന്നത്, വീണ്ടും റിപ്പീറ്റ് ചെയ്യാം, ഇന്ന് രാത്രി മുതൽ നമ്മൾ തീരുമാനം എടുക്കുന്നു. നാളെ രാവിലെ 4 മണിക്ക് ആരെങ്കിലും എഴുന്നേൽക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ധൈര്യത്തോടു കൂടി താഴെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 4 മണിക്ക് എണീറ്റ് ഇത് ചെയ്യാൻ തയ്യാറാണ് എന്നറിഞ്ഞ് കമൻറ്റ് ചെയ്യും. അതൊരു പ്രതിജ്ഞയാണ്, അതൊരു തയ്യാറെടുപ്പാണ് ആക്ച്വലി. ഓക്കെ, ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ അറിവ് മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്യും, അതുപോലെ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും. ഇതുപോലുള്ള ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ഗ്രീൻ ട്രൂത്ത് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഒരുപാട് സ്നേഹത്തോടെ ഞാൻ പറയുന്നു, നിങ്ങളെ തമ്പുരാൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം, ആരോഗ്യ തമ്പുരാൻ നൽകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.